ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ ടൈലും ക്ലോസറ്റും അതുപോലെ തന്നെ ഗ്യാസ് ബർണർ ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങണ പോലെ തിളങ്ങും. അപ്പോൾ നമുക്ക് അതിനൊരു ലിക്വിഡ് ഉണ്ടാക്കുകയാണ്. അത് ഇരുമ്പൻ പുളി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കിയിരുന്നു ഇരുമ്പൻ പുളി വെച്ചിട്ട്. അപ്പോൾ നമ്മളവിടെയൊക്കെ അതിന് ഓർക്കാപ്പുളി എന്നാട്ടോ പറയാം. അപ്പോൾ ഇരുമ്പൻ പുളി വെച്ചിട്ട് നമ്മളത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ടൈല് ക്ലോസറ്റ് അതുപോലെ തന്നെ ബർണർ മാത്രമല്ല, സ്റ്റീൽ പൈപ്പുകൾ അതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് ഇതുമൊക്കെ ഞാൻ പരീക്ഷിച്ചു. എല്ലാത്തിനും നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ മൊത്തത്തിൽ ഇതിൽ കാണിച്ചു തരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതോട്ട് ക്ലീൻ ആക്കിയ ശേഷം ഫസ്റ്റ് തന്നെ ഞാൻ പറയാണ്, ക്ലീൻ ആക്കിയ ശേഷം നമ്മൾ നല്ല വെള്ളം കൊണ്ട് പച്ചവെള്ളം കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കല്ലേ. അപ്പോൾ ഇതിന് മുന്നായിട്ട് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കുക. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മുന്നേ പറിച്ചെടുത്ത ഇരുമ്പൻ പുളിയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈൽ ക്ലീനർ ഉണ്ടാക്കാം. ഇതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്കിത് മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. 1 കിലോത്തിൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ ഇരുമ്പൻ പുളി. അപ്പോൾ അത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെങ്ങാണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പാണ്. അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ പൊടിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ പൊടിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഇത്തിരിയും കൂടി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് നമ്മളിത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരച്ച് വെച്ച ഈ ഒരു ലിക്വിഡ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ചണ്ടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ളം പാരേണ്ട ആവശ്യമില്ല, വെള്ളം ഇല്ലാതെ തന്നെ നന്നായിട്ട് അരഞ്ഞു പോകും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്നത് ഗ്യാസിൻ്റെ ബർണറാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്യാസ് ബർണർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുകയാണ്. വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ആവുന്ന വിധത്തിൽ നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഗ്യാസ് ബർണർ ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര ഇതാണ്, ഗ്യാസിനൊക്കെ ചിലവായിരിക്കും. കണ്ടോ നമ്മളിത് ഒഴിച്ചു കൊടുത്ത ടൈമിൽ തന്നെ ഗ്യാസ് ബർണറിൻ്റെ ഒരു ഇത് മാറി വരലോടത്തി, കണ്ടോ കളറൊക്കെ ഒന്ന് മാറി വരലോടത്തിയിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് എടുത്ത് നോക്കാം. കണ്ടോ ഇതൊന്നും ഒന്ന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. കൈ വെച്ചങ്ങാണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉരച്ച് നോക്കുമ്പോൾ തന്നെ ആ കരിയൊക്കെ പോണ കണ്ണില്ലേ. അത്രയും നല്ല പെർഫെക്റ്റാണ് കേട്ടോ നമ്മുടെ ലിക്വിഡ്. കണ്ടോ ഇനി ഇത് നമുക്കൊരു 5-10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഒരു വിം ജെല്ലോ എന്തെങ്കിലും ലിക്വിഡ് ഇട്ടുങ്ങാണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ ഇത് പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് കരികളൊക്കെ പോന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സ്ക്രബ്ബറിൽ ഇത്തിരി വിമ്മിൻ്റെ ജെല്ലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതാ കണ്ടില്ലേ എത്ര ഈസി ആയിട്ട്, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് കഴുകിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ ബർണർ മാത്രമല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മുടെ ടൈലാണെങ്കിലും ക്ലോസറ്റ് ആണെങ്കിലും ഒക്കെ നല്ല ഉഷാറായിട്ട് വൃത്തിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.
അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരു കബോർഡാണ് കേട്ടോ അത്, ടൈല് മാത്രമല്ല ഇതൊരു കബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ പിടുത്തൊക്കെ ഇതാ കണ്ടോ, നന്നായിട്ട് കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഈ ക്ലീനർ വെച്ചിട്ട് അതും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കണ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഇരുമ്പൻ പുളി ഉള്ളവർ ആരും ഇതറിയാതെ പോകരുത്, എല്ലാവരും ഇതന്നെ ട്രൈ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ ഞാൻ ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഇട്ടിരുന്നു കേട്ടോ, ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും, എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കും. അപ്പോൾ വീണ്ടും നല്ല ഉപയോഗമുള്ള വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.